ആപ്പിളിന് ഭയങ്കര സെക്യൂരിറ്റി താങ്ക് യു പറയണ്ടേ? ഞാൻ പറയട്ടെ, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ പറ്റും. പ്രണയിനിയുടെ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാം. മൈക്ക് പോട്ടില്ലേ സീരിയസ് ആണ്. ഇപ്പൊ നിലവിൽ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ ഫ്രീലാൻസ് ആയിട്ട് കുറച്ച് പരിപാടി ഉണ്ട്. വെബ്സൈറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് കമ്പനീസ് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഡൊമൈൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഫ്രീലാൻസ് ആയിട്ട് ഇരുന്നു. നമ്മളിപ്പം എത്തിക്കൽ ഹാക്കിങ് ചെയ്യുന്നോണ്ടുള്ള അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വേൾഡ് അത്രയും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ടെക്നോളജി ആയാലും AI ആയാലും എല്ലാ ഫീൽഡിലും. അപ്പോൾ നമ്മുടെ ഒരു ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഫോൺ ആയി കഴിഞ്ഞാലും ഈ ലാപ്ടോപ്പ് ആയി കഴിഞ്ഞാലും ഈ TV എന്തായി കഴിഞ്ഞാലും ഇതൊക്കെ കംപ്ലീറ്റ്ലി ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ഇതിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷന് നാളെ ഒരു ഇഷ്യൂ ഇല്ല അല്ലെങ്കിൽ വേറൊരാൾ ആക്സസ് ചെയ്തിട്ട് അയാൾക്ക് തോന്നിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി കഴിഞ്ഞാലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, എനിക്ക് ആൾ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഇന്റർവ്യൂ ഇരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൂടെ അവിടെ വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ മോൻ ആക്സിഡന്റ് ആയി, ഇത്ര ഫണ്ട് വേണം. സ്വാഭാവികമായിട്ട് എന്നെ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കിട്ടത്തില്ല, സൈലന്റ് ആയിരിക്കും. വീട്ടുകാരെ പാനിക്കാവും. അവർ ഈ വിളിച്ചാൽ പൈസ അയച്ചോളൂ. പറ്റിക്കപ്പെട്ടില്ലേ? അത്രയും സൈബർ തെറ്റ് നമുക്ക് ചുറ്റുപാടുമുണ്ട്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി അത്രയും ആൾക്കാർ ചുറ്റുപാടും നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിർച്വൽ അസിസ്റ്റന്റ് കണ്ടില്ലേ, ഒട്ടുമിക്ക ഈ പിടിക്കപ്പെട്ട, അതായത് ഇപ്പോൾ പറ്റിക്കപ്പെട്ട പല ആൾക്കാരും അത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. പക്ഷെ അവരെ അത്രയും കൺവിൻസ് ചെയ്ത് പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷെ അത് ഹാക്കിംഗ് അല്ലേ അല്ലെങ്കിൽ സ്കാമിംഗ് ആണോ? അതൊരു സ്കാമിംഗ് ആണ്. ഹാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ഫോണിന്റെ അകത്തൊരു ഒരു ലിങ്ക് അയച്ചിട്ടാണ്. അല്ലെങ്കിൽ മുമ്പൊക്കെ ഉള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോങ് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്രാക്കഡ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് പിന്നീട് പറയാം. മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, വെബ്സൈറ്റ് ഉണ്ടായിരുന്നു സോങ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഈ സൈറ്റിൽ കയറുമ്പോൾ തന്നെ ചിലപ്പോൾ കുറെ പോപ്പപ്പ് ഇങ്ങനെ വരും, നിങ്ങളുടെ ഫോണിൽ വൈറസ് ഉണ്ട്, ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്താൽ എന്ത് സംഭവിക്കും? ഒരാൾ ഒരിക്കലും ഒരു സംഭവം നമുക്ക് ഫ്രീ ആയിട്ട് തരത്തില്ല. ആ സെയിം സംഭവം നമ്മൾ ചില വെബ്സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് എഴുതുന്നുണ്ട്. ചില വിൻഡോസിനകത്ത് എന്താ WinPlus 6 അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടെർമിനൽ ഓൺ ആവും. പിന്നെ അതിനകത്ത് തന്നെ കയറിയിട്ട് കമന്റ് ലൈൻ ഓൺ ആയിട്ട് അതെ മൾട്ടിപ്പിൾ വിൻഡോസ് ഓപ്പൺ ആയിട്ട് നമ്മുടെ ഫോണിൽ അങ്ങനെ തന്നെയാണ്. ഒരു ആപ്ലിക്കേഷൻ അവിടെ കാണിച്ചു തരും, നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഹ്യൂമൻ വെരിഫിക്കേഷന്റെ ആ ഒരു ഏരിയയിൽ വന്നിട്ട് ഇങ്ങനെ സംഭവം കാണിക്കും. അതത്രയും, അതായത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ ഫോൺ ഡിവൈസിനകത്തുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഫോൺ അടക്കം നേരിട്ട് അല്ലാതെ എന്താ പറയാ, ഇപ്പൊ വാട്സപ്പ് ഹാക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്തെടുക്കുക, അതൊന്നും അത്ര ഈസി അല്ല. ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്യുക. ഫോൺ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും, നിങ്ങളുടെ വാട്സപ്പ് ചാറ്റ്, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും കിട്ടും. ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ യൂട്ടിലൂടെ ഈ ഫോൺ ഹാക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണ്. എളുപ്പമുള്ള കാര്യമല്ല, പക്ഷെ നിങ്ങളായിട്ട് എന്തെങ്കിലും ഇൻപുട്ട് അവിടെ കൊടുക്കണം. അല്ലാതെ ഇപ്പോൾ ആകാശത്ത് ഇപ്പൊ എന്താ പറയാ, സിമ്പിൾ കുറെ സിമ്മിക്കകത്തൊക്കെ കാണുന്ന സംഭവമാണ്. ഒരു ലിങ്ക് അയച്ചു തരും, ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോൺ ഹാക്കായി, നടക്കത്തില്ല. അതൊക്കെ ഭയങ്കര എന്താ പറയാ ബ്ലണ്ടറാണ്, ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും. ഇപ്പോൾ സിനിമക്കാർ ചെയ്യുന്ന പരിപാടിയാണത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലേ, ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് അവർക്ക് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കണം. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ഹാക്ക് ആവുള്ളൂ, അല്ലാതെ ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആപ്ലിക്കേഷൻ ഹാക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ഡാറ്റ കൊണ്ടുവന്ന് അവര് നമ്മുടെ ഫോൺ ഹാക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ അകത്ത് നിന്ന് ആരാണോ ഹാക്ക് ചെയ്തത് അയാളുടെ ഡിവൈസിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഫുൾ അവർക്ക് സ്ക്രീനോട്ട് എടുക്കാൻ പറ്റും, നമ്മുടെ കോൾ ലോഗ് ചെക്ക് ചെയ്യാൻ പറ്റും, നമ്മുടെ മെസ്സേജ് ചെക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് വരുന്ന OTP റീഡ് ചെയ്യാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോണിന്റെ അകത്ത് നിന്ന് ആളുടെ ഡിവൈസിലേക്കാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്, ആളുടെ ഡിവൈസ് ഇങ്ങോട്ടേക്കല്ല. അപ്പൊ ഈ ഫോണിൽ എന്തൊക്കെ കാര്യം നടക്കുന്നുണ്ടോ അതൊക്കെ അതായത് ഒരു കറക്റ്റ് സ്ക്രീൻ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതെ, അതൊക്കെ ഫുൾ ടൈം ആൾ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എവിടെ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു കറക്റ്റ് ആൾക്ക് അറിയാൻ പറ്റും. എല്ലാ പെർമിഷനും കാരണം ഫോണൊക്കെ കോംപ്രമൈസ്ഡ് ആയി. നമ്മൾക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നു, നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ അയാൾക്കും കാണാൻ പറ്റും. അത് നമ്മള് ഇന്റർനെറ്റ് ഓൺ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമാണോ? നെറ്റ് ഓൺ ആയിരിക്കണം, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. ഇപ്പൊ നമ്മള് ഫോൺ ഹാക്കായി, പെട്ടെന്ന് നമ്മളെ ഫോൺ ഹാക്ക് ആയിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണോ സേഫ്? അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ റീസെറ്റ് ചെയ്യുന്നതാണ് സേഫ്. കാരണം ഫോൺ ഹാക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു ഫോണിന്റെ അത്ര സോഫ്റ്റ്വെയർ ആണ് ബാധിച്ചിരിക്കുന്നത്. നമ്മൾ ഈ റീസെറ്റ് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ്ലി ബാക്കപ്പ് ആവും, പഴയ ഫോണിലോട്ട് പോകും. അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നതല്ല, നമുക്ക് അറിയുന്ന പോലെ തന്നെ സോഫ്റ്റ്വെയർ മാറ്റി കളയാം. അങ്ങനെ മാറ്റി കളഞ്ഞാൽ അതെ സെയിം സോഫ്റ്റ്വെയറിനായിരിക്കും ഒന്നുകൂടെ റീഇൻസ്റ്റാൾ ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ആ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു മാൽവെയർ നമ്മുടെ ഫോണിൽ നിന്ന് പോവുള്ളൂ.
അല്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും. അതിനുള്ള ഈ ചില ആളുകളുടെ ഫോൺ കണ്ടിട്ടുണ്ടോ അറിയില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, ക്യാമറ വെബ് ക്യാമിന്റെ അടുത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. അത് ഫേസ്ബുക്കിന്റെ CEO മാർക്ക് സുക്കർബർഗിന്റെ മാക്ബുക്കിന്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആളുടെ ഒരു വീഡിയോക്ക് അത് കൃത്യമായിട്ട് കാണാം. കാരണം അയാൾക്ക് പോലും അറിയാം അത്രയും സേഫ് അല്ല. നമുക്കിപ്പോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും ക്രോമിന്റെ അകത്തുള്ള ക്യാമറ പെർമിഷൻ ആയിരിക്കും. ഇപ്പോൾ ലിങ്ക് അയച്ചു കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ക്യാമറ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ എന്തെങ്കിലും ഉള്ള ഒരു ലിങ്ക് ആണെങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാമറ അവിടെ ഓപ്പൺ ആയിട്ട് വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ ക്യാമറ നമ്മുടെ പെർമിഷൻ ഓപ്പൺ ആവല്ലേ ചെയ്യുന്നത്. നമ്മളെന്ത് ചെയ്യും, നമ്മളൊരു കമ്പനി ഒരു മീറ്റിങ്ങിനായിരിക്കും, ഇതൊക്കെ കാണാൻ കേൾക്കാൻ പറ്റും. ഇത്രയും വള്ളവട്ടീസ് അവിടെ കിടപ്പുണ്ട്. അങ്ങനെ നമ്മളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഫോട്ടോസ് മെമ്മറിയിലേക്ക് പോകണമെങ്കിൽ അവർക്ക് മെമ്മറി ആക്സസ് കാണാം. ശരിക്കും നമ്മുടെ ഫോണിന്റെ അകത്ത് നമുക്ക് നമ്മുടെ ഫോണിനകത്തുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രോമിനകത്ത് മെമ്മറി എടുക്കാൻ പറ്റും. കാരണം നമുക്ക് ഒരു ഫോണിൻ്റെ അകത്തൊരു മെത്തേഡ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ എത്രയൊക്കെ പാസ്വേഡ് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും ക്രോമിലൂടെ നമുക്ക് നമ്മുടെ ഫയൽ ആക്സസ് ചെയ്യാൻ പറ്റും. സെയിം പരിപാടി ഹാക്കറിന് ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. നമ്മൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല. തീരെ സേഫ് അല്ല, നമ്മൾ ശരിക്കും സേഫ് അല്ല. ഈ പ്രൈവസി വെച്ച ഇല്യൂഷനാണ്. ആരോ നമ്മളെ പറഞ്ഞ് തെറ്റി ഇതിനൊരു സംഭവം ഉണ്ടെന്ന് പറയുന്നു, ഈ ദൈവം ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ. ഈ ആപ്പിളിന് ഭയങ്കര സെക്യൂരിറ്റി ഒരിക്കലും കാരണം എല്ലാവരും പലരും ഈ ഒരു ഡിവൈസ് എല്ലാം വാങ്ങുന്നത് അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. റിപ്പോർട്ട് കണ്ടിട്ടില്ലേ സിരിക്ക് വേണ്ട ഒരു ഫൈൻ കൊടുത്തത്? കാരണം സിരി നിങ്ങൾ പറഞ്ഞ മൊത്തം ദിവസം ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് അവിടെ പ്രൈവസി ഉള്ളത്? കാരണം നിങ്ങൾ എന്ത് പറഞ്ഞാലും സിരി കേൾക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഷൂ മേടിക്കണം എന്ന് പറയുന്നു, സിരി കേൾക്കുന്നുണ്ട്. സിരി അടുത്ത ആഡ് കൊണ്ടുതരും ഷൂ. അതിപ്പോ നമ്മളിപ്പോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടെ പെട്ടെന്ന് തന്നെ എടുത്ത ആഡ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്നതായിരിക്കും, ഗൂഗിളിൽ വരുന്നതായിരിക്കും. സെർച്ച് ചെയ്യണല്ലോ, നമ്മൾ സംസാരിച്ചപ്പോൾ ആഡ് വരും. സംഭവം സിമ്പിളാണ്. നിങ്ങൾ എത്ര പേര് ഈ ഫേസ്ബുക്കിന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ വാട്സാപ്പിന്റെ TNC ടൈംസ് കളിച്ചാൽ വായിച്ചു നോക്കിയിട്ടുണ്ട്? അതെ, ഞാനും വായിച്ചു നോക്കിയിട്ടില്ല. അതിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട് അവരുടെ ബിസിനസ് പർപ്പസിന് വേണ്ടി അവർ ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണ്ട. നമ്മളത് ഓക്കെ കൊടുത്തു, അപ്രൂവ്, ഓക്കെ, എഗ്രി എടുത്തു, പിന്നെ അവരെ കുറ്റം മറ്റു കാര്യമില്ലല്ലോ. നേരെ മറിച്ച് അവർ നിങ്ങളുടെ ഡാറ്റ എടുത്ത് വേറൊരു കമ്പനിക്ക് വേണ്ടി സെല്ല് ചെയ്യുകയാണെങ്കിൽ അത് ക്രൈമാണ്. അവർക്ക് അവരുടെ ബിസിനസ് പർപ്പസ് നമ്മുടെ ചാറ്റും കാര്യങ്ങളും വായിക്കാൻ പറ്റുന്നുണ്ടോ? വായിക്കാൻ പറ്റില്ല, അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. പിന്നെ എങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഇൻപുട്ട്, അതായത് നമ്മുടെ ഫോണിന്റെ മൈക്രോ ലിസൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ എന്തൊക്കെ പെർമിഷൻ കൊടുക്കുന്നുണ്ട്? ക്യാമറ കൊടുക്കുന്നുണ്ട്, മൈക്ക് കൊടുക്കുന്നുണ്ട്, സ്റ്റോറേജ് കൊടുക്കുന്നുണ്ട്, ഇത്രയും പോരെ. അതിപ്പോ വാട്സ്ആപ്പ് ഡാറ്റ ഇപ്പം സെക്യൂർ ആണെന്ന് പറയുന്നത്. വാട്സ്ആപ്പ് ഡാറ്റ സെക്യൂർ ആണ്. അവർക്ക് എന്താ പറയുക, എൻഡ് ടു എൻക്രിപ്റ്റഡ് ആണ്. അതായത് നമ്മളയക്കുന്ന മെസ്സേജ് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എൻഡിലുള്ള ആൾ മാത്രമേ വായിക്കുള്ളൂ. പക്ഷേ നാളെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് വാട്സപ്പ് കൊടുക്കും. എന്താണ് ചാറ്റ് ചെയ്തുള്ള വാട്സപ്പ് കൊടുക്കും. കാരണം ഈ അടുത്തൊരു കോടതി കണ്ടിരുന്നു. കാരണം വാട്സപ്പ് ത്രൂ ഈ ടെററിസം ആക്ടിവിറ്റി അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ, അല്ലെങ്കിൽ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇങ്ങനെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത്തരം ഹൈ പ്രൊഫൈൽ കേസുകൾക്ക് വാട്സപ്പ് അവരുടെ ഡാറ്റാബേസ് കൊടുക്കും. എന്തൊക്കെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കംപ്ലീറ്റ് അവർ കൊടുക്കും. കാരണം അവിടെയും സേഫ് അല്ല. ഈ ടെലഗ്രാം ഈ അടുത്തൊന്ന് ബാൻഡ് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നത് ഈ കേസിലാണ്. ടെലഗ്രാം ത്രൂ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു. അപ്പൊ അത് അവർ ഓക്കെ, ഗവൺമെന്റ് ചോദിക്കുമ്പോൾ ഡാറ്റ കൊടുക്കാൻ ബില്ലിംഗ് അല്ലെങ്കിൽ ടെലഗ്രാം വന്ന് ക്ലോസ് ചെയ്യുമായിരുന്നു. പക്ഷെ അവർ ബില്ലിംഗ് ആണെന്ന് പറഞ്ഞു ഓക്കെ കൊടുക്കാന്നുള്ള ടൈംസ് എത്തി, അതുകൊണ്ട് അവർ കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ നമ്മളെ ഡാറ്റ എവിടെയും സേഫ് അല്ല. ഡാറ്റ എവിടെയും സേഫ് അല്ല. നമുക്ക് ആൾക്കാർ പലതും തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഓക്കെ ഇത് സേഫ് ആണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഡാറ്റ. അപ്പം പറയാന്നുണ്ടെങ്കിൽ എന്റെ ഒരു പേഴ്സണൽ ഡാറ്റ അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു കമ്പനീന്റെ ഒരു ഡാറ്റ, ഇതൊക്കെ ഇവർക്ക് കിട്ടിയിട്ട് ഇവർ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഒരു ഹാക്കേഴ്സിന് ഈ ഒരു ഡാറ്റ കിട്ടിയിട്ട് ഇത് ഡാർക്ക് വെബ് കൊണ്ടുപോയി വിറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല എങ്ങനെയാണ്? ഒരു കമ്പനിയുടെ കേസ് വരാണെങ്കിൽ ഈ കമ്പനിയുടെ ക്ലയൻസ് ഉണ്ട്. ശരിക്കും ഒരു കമ്പനി ഒരു ക്ലയന്റ് ടു ക്ലയന്റ് കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. ഒരു കമ്പനിയെ ബന്ധപ്പെട്ടിട്ട് അത് കാരണം കമ്പനിക്ക് ക്ലയൻസ് ഉണ്ട്, ആരൊക്കെ അവിടെ ക്ലയന്റ് ആണെന്ന് ഒരിക്കലും അവർ പുറത്ത് പറയത്തില്ല. അത് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടൈംസ് ഉണ്ട്. അവിടെ ഒരു ട്രെയിനിങ് ചെയ്യും. നിങ്ങളുടെ അടുത്ത് നാളെ ആരും ചോദിച്ചാൽ പോലും നമ്മൾ എന്ത് ഇവിടെ വർക്ക് ചെയ്യുന്നോ നമ്മുടെ ക്ലയൻസ് ആരൊക്കെയുണ്ടെന്നോ ഒരിക്കലും പുറത്ത് പറയാൻ പാടില്ല. അത് അവരുടെ കമ്പനിയുടെ പോളിസിക്ക് എതിരാണ്. ആ ഒരു ഡാറ്റ ഒരാളെ ഹാക്ക് കൊണ്ട് വേറെ കൊണ്ടുപോയി സ്ഥലത്ത് കൊണ്ടുപോയി സെല് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവിടെ മാർക്കറ്റിംഗ് ടെക്നിക്സ് അല്ലെങ്കിൽ എത്ര അവരുടെ ക്ലയൻസ് ഉണ്ട്, അവരെന്താണ് അവിടെ ചെയ്യുന്നതെന്നൊക്കെ ലീക്കായി കഴിഞ്ഞാൽ അത് കമ്പനിയെ ബാധിക്കും. ഈ ക്ലയൻസ് കമ്പനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി പൈസ കൊടുക്കണം, കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യം വരും. അപ്പോൾ അത്രയും റിസ്ക്കുള്ള ഏരിയ ആണത്. ഒരു പേഴ്സണൽ ഡാറ്റ ആണെങ്കിലും അവിടെയും ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ പ്രായം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ വെച്ച് നമ്മൾ ടാപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്റർവ്യൂയുടെ കാര്യം. നാളെ ഒരു 10 മണി to 1 മണി വരെ ഞാൻ അവൈലബിൾ അല്ല, ഞാൻ സൈലന്റ് ആയി, എൻ്റെ ഫോൺ സൈലന്റ് ആക്കി ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതേസമയം എൻ്റെ വീട്ടുകാരെ വിളിച്ച് പേടിപ്പിച്ചാൽ പോലെ ഞാൻ ആക്സിഡന്റ് ആയി കിടക്കുകയാണ്, ഇത്ര പൈസ ഇന്ന ഹോസ്പിറ്റലിൽ കൊടുക്കാൻ. ഇപ്പം ഞാൻ എൻ്റെ കൂടെയാണ് ആളിരിക്കുന്നത്, ആൾക്ക് ബോധമില്ല,
നിങ്ങൾ ആളുടെ വീട്ടുകാരത്തെ പൈസ തരണമെന്ന് പറയുന്നു, ആൾ പൈസ വാങ്ങുന്നു, പോകുന്നു. ശരിക്കും കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോൺ നോക്കി തിരിച്ചു വിളിക്കുമ്പോൾ ഒരു സത്യാവസ്ഥ അറിയുന്നത്. അപ്പോൾ ആ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടല്ലോ. എൻ്റെ ഇപ്പം എന്നെ ആരെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാലും ഓക്കെ അവിടെ നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, നമ്മുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എവിടെയൊക്കെ പോകുന്നു. അപ്പം നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറെ എടുക്കാം. ഡോക്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് സർജറിക്ക് പോവുകയാണ്. അതിന് 5 മിനിറ്റ് മുന്നേ ഒരാൾ വിളിക്കുകയാണ്, നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എക്സ്പയർ ആവും, ഈ OTP പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എക്സ്പയർ ആകത്തില്ല, റിന്യൂവൽ ആവും. സ്വാഭാവികമായിട്ടും ആ ഡോക്ടർ ആ ഒരു തിരക്കിലും ആ ഒരു ടെൻഷന്റെ ഇടയിൽ ചിലപ്പോൾ ലോജിക്കലി ചിന്തിക്കാതെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രെഡിറ്റ് കാർഡിന് അവിടെ പൈസ എടുത്തുകൊണ്ട് പോകും. അത്രേ ഉള്ളൂ. നമ്മളെ മോണിറ്റർ ക്രെഡിറ്റ് കാർഡിന്റെ എന്താ പറയാ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു നിങ്ങൾ OTP പറഞ്ഞാൽ പറയും, പൈസ പോകും. ബാലൻസ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട്. ആരും ശരിക്കും മെസ്സേജ് റീഡ് ചെയ്യുന്നില്ല. അവർ OTP വരുന്നു, ഒരാൾ ചോദിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. എന്ത് OTP ആണ് വന്നത്, എന്താണ് മെസ്സേജ് ഒരിക്കലും അവർ ചെക്ക് ചെയ്യുന്നില്ല. ഈ OTPയുടെ അകത്ത് പ്രത്യേക എമൗണ്ട് അവിടെ ഉണ്ടാവും, ഇത്ര പൈസ വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ OTP വന്നിരിക്കുന്നത്. വായിക്കില്ല, OTP മാത്രമേ നോക്കുള്ളൂ. നേരെ മറിച്ച് ഈ ട്രൂ കോൾ ആപ്ലിക്കേഷന് പ്രത്യേകത ഉണ്ട്. OTP വരുമ്പോൾ ഫസ്റ്റ് റീഡ് ചെയ്യുന്ന ട്രൂ കോൾ ആണ്, നോട്ടിഫിക്കേഷൻ കാണിക്കും. നമ്മൾ മെസ്സേജ് നോക്കത്തില്ല. നമ്മൾ OTP കാണുന്നു, ഓക്കെ, OTP കാണിക്കുന്നു, പോകുന്നു. അവിടെ സെക്യൂരിറ്റി, എല്ലായിടത്തും സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് വരുന്നൊരു സംഭവം, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഹാക്ക് ചെയ്യാൻ പറ്റും. എന്റെ ഫ്രണ്ടിന് ഇൻസ്റ്റാഗ്രാം അവൻ എന്തൊക്കെയോ പരിപാടികളുണ്ട്, നീക്കൊന്ന് ഹാക്ക് ചെയ്യാന്ന് വെക്കുമ്പോ എല്ലാവരുടെയും അടുത്ത് സിനിമയ്ക്കകത്തെല്ലാം കാണുന്ന പോലെ ഇവരെന്തോ ചെയ്യുന്നു, ഹാക്ക് ആവുന്നു, കിട്ടി. ശരിക്കും അത് പ്രാക്ടിക്കലല്ല. നമ്മൾ ഒരാൾക്ക് ലിങ്ക് അയച്ചു കൊടുക്കും. ഈ ഫിഷിങ്ങിന് വരുന്ന അവിടെയാണ് ഒരു ഫിഷിംഗ് ലിങ്ക് അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ട് ഒരു ആമസോൺ സെയിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ കോൺടെസ്റ്റ് ആണ്, ഇത് ഫോട്ടോ ലൈക്ക് ചെയ്യണം എന്ന് പറയും. ലിങ്ക് അയച്ചു കൊടുക്കും, അവരെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ലിങ്ക് നോക്കണം നടന്നില്ലേ, സെയിം സിറ്റുവേഷൻ, സ്പെല്ലിംഗ് മാറി സെയിം കേസ് തന്നെ. ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ പേജ് വരും, നമ്മൾ URL നോക്കാതെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അവർക്ക് ആ യൂസർ നെയിം പാസ്വേഡ് എന്താണ് അവർ കൊടുത്തത് അത്ര കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ 2-factor authentication ഉണ്ട്, വേറെ പാസ്വേഡ് റിക്കവറി കീസ് ഒക്കെ ഉണ്ട്. നേരെ വെച്ച് നമ്മളിപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരാൾ ലോഗിൻ ചെയ്താൽ പോലും എനിക്ക് നോട്ടിഫിക്കേഷൻ വരും. ഒരാൾ ലോഗിൻ ചെയ്തിട്ട് ഈ ലൊക്കേഷൻ അൺഓതറൈസ്ഡ് ആണ്, നിങ്ങൾ ചെക്ക് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അത്രയും അവർ ചെയ്യുന്നുണ്ട്. അത്രയും അവർ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിനെ സിമ്പിളായിട്ട് പോയി ഹാക്ക് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ലോജിക്കാം. മാത്രമല്ല ഇവരുടെ ഒരു സെർവർ സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ നല്ല ഒരു ഫയർവാൾ ഉണ്ടാവും, ഒരു പ്രോക്സി സെർവർ ഉണ്ടാവും, ഒരു IDS ഉണ്ടാവും. ഇത് മൂന്നിനെയും ബൈപ്പാസ് ചെയ്ത് അവരുടെ സെർവറിലോട്ട് കയറി കഴിഞ്ഞാൽ അവർ നിങ്ങൾ അവിടെ കമ്പനിയിലോട്ട് വിളിച്ചുകൊണ്ട് പോകും. കാരണം അവർ അത്രയും മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്രയും സെക്യൂരിറ്റി ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ടും നിങ്ങൾ അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, നീ വലിയൊരാള്, നിന്നെ നമുക്ക് ആവശ്യമുണ്ട്. അതാണ് അവിടെ ഒരു പോളിസി. ഓക്കെ, ഇപ്പം മോസ്റ്റ്ലി ഇന്ത്യയിൽ വരുന്ന എല്ലാ കേസും നമ്മൾ ഹാക്ക് ചെയ്ത് കുറെ പറയാനുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് ഹാക്കിംഗ് ആണ്, സ്കാമിംഗ് ആണ് കൂടുതൽ. ഇവിടെ കൂടുതൽ നടക്കുന്ന സ്കാമിംഗ് ആണ്. ഈ ഡിജിറ്റൽ അറസ്റ്റ് സ്കാമിംഗ് ആണ്. നേരത്തെ പറഞ്ഞ വിളിച്ച് ക്രെഡിറ്റ് കാർഡ് OTP ചോദിക്കുന്ന സ്കാമിംഗ് ആണ്. അതായത് ആൾക്കാർക്ക് സൈബർ സെക്യൂരിറ്റി നോളജ് കുറവാണ്. അവർക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്തു കൊടുത്തെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വിളിച്ച് അങ്ങനെയുള്ള ആൾക്കാരെ പറ്റിക്കാൻ ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പക്ഷേ നേരെ മറിച്ച് ക്രിക്കറ്റുടെ ആൾക്കാരുടെ കാര്യത്തിൽ സെയിം കേസ് വരുന്നുണ്ട്. അവരെ ഇതുപോലെ മുമ്പ് ഒരു കുസാറ്റിലെ VC ആയിരുന്ന ഒരാളെ ഞങ്ങൾ RB എന്ന് വിളിക്കുന്നത് പറഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഡിജിറ്റൽ അറസ്റ്റിലും കേട്ടിട്ടുണ്ട്, ബാങ്ക് മാനേജർ പ്രൊഫസർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നല്ല, അവർക്ക് എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ നോളജ് ഉണ്ട്. ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ട്, എല്ലാവർക്കും നമ്മൾ പേയ്മെന്റ്സ് മൊത്തം UPI ആണ്, എല്ലാം അങ്ങനെയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ ഡീറ്റെയിൽ ആകാൻ പോവുകയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജിൽ എന്തായാലും സൈബർ സെക്യൂരിറ്റി സ്കാമിങ് എന്തായാലും സംഭവിക്കും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക. വേറെ ആരും ഒന്നും നമ്മളെ ഷീൽഡ് തരത്തില്ല. നമ്മൾ മാക്സിമം സേഫ് ആയിട്ട് നടക്കുക. നമുക്ക് ഡെയിലി കൂടെ ഒരുപാട് ലിങ്കുകൾ വരും, ലോട്ടറി അടിച്ചു പോകുന്ന ലിങ്കുകൾ വരും. അല്ലെങ്കിൽ എന്താ പറയാ, അതെ, നമ്മളെ പറ്റിക്കാൻ വേണ്ടി ഒരു ഗ്രൂപ്പ് തന്നെ ചുറ്റുപാടുണ്ട്. പറ്റിക്കപ്പെടണോ വേണ്ടിയുള്ള നമ്മുടെ ചോയ്സാണ്. അതാണ് ഈ ഒരു ഫീൽഡിന്റെ ഒരു മെയിൻ എന്താ പറയാ, ആൾക്കാർക്ക് നോളജ് എത്രത്തോളം കൂടുന്നോ, ഈ ഒരു ഫീൽഡ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മൾ പറ്റിക്കപ്പെടാനുള്ള പോസിബിലിറ്റി കുറയും. അല്ലെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാർഡിംഗ് എന്ന് പറയുന്ന സംഭവമില്ല, അത് സംഭവം ശരിക്കും പോസിബിൾ ആണ്. കാർഡിംഗ് ശരിക്കും പോസിബിൾ ആണ്. പക്ഷെ ഇന്ത്യയിലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് OTP വരും, പക്ഷെ ഫോറിൻ കൺട്രീസിൽ OTP വരുന്നില്ല. പക്ഷെ ക്രെഡിറ്റ് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ സേഫ് ആണ്, കസ്റ്റമർ സേഫ് ആണ്. നമ്മളിപ്പോ കാർഡ് ചെയ്ത് ആ സമയത്ത് നമ്മളെ എന്റെ ഒരു കാർഡിൽ നിന്ന് ഒരാളൊരു കാർഡിങ് ചെയ്ത് ഒരു 10,000 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, എനിക്ക് ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് നല്ല പൈസ പോകുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ അതിനൊരു സമയമുണ്ട്. ആ സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഏജൻസി നമുക്ക് ഒരു റിപ്പോർട്ട് ചെയ്യാം, ഒരു സ്കാം നടന്നു, അവരന്വേഷിച്ചു, അവരന്വേഷിച്ച് അത് റിക്കവറി നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നാലും ഇഷ്യൂ അല്ലെങ്കിൽ അവരത് കണ്ടുപിടിച്ച് അവരുടെ ഡാറ്റ പിടിച്ച് വന്നതാണെങ്കിൽ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കമ്പനിക്കാണ് നഷ്ടം, നമുക്ക് നഷ്ടമില്ല. അതാണ് കാർഡിൽ പോപ്പുലർ ആയത്. കാരണം ഒരുപാട് പേരുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് മുമ്പ് ഡാക്കുമെന്റ് കിട്ടുമായിരുന്നു. ഈ US ഉണ്ടായിരുന്ന ആൾക്കാരുടെ അത് വെച്ച് ഫോൺ വാങ്ങിക്കാം, അല്ലെങ്കിൽ എന്താ പർച്ചേസ് ചെയ്യാം, കിട്ടും. അത് ഇപ്പോഴും പോസിബിൾ ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി സെക്യൂർ ആയിട്ടുണ്ട്. അവർ പോലീസ് ഇപ്പോൾ കംപ്ലൈൻറ്റ് പോയി കഴിഞ്ഞാൽ അന്വേഷിച്ച് വരും. പഴയ പോലെ അത്ര ഈസി അല്ല, തൂക്കും. പിന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സിനെ പറ്റി പറഞ്ഞ എന്താ ഡാർക്ക് വെബ്? ഡാർക്ക് വെബ് അത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഡിഫൻസ് ഏജൻസി അവരുടെ കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സംഭവമായിരുന്നു ഡീപ്പ് വെബും ഡാർക്ക് വെബും. ശരിക്കും ഡീപ്പ് വെബും ഡാർക്ക് വെബും രണ്ട് സെപ്പറേറ്റ് ആണ്. ഡീപ്പ് വെബ് ഉണ്ട്. ഡീപ്പ് വെബ് ഉണ്ട്. കയറാൻ പറ്റുമോ? ഡീപ്പ് വെബ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഫേസ്ബുക്കിലൊക്കെ പാസ്വേഡ് ഇരിക്കുന്ന ഡീപ്പ് വെബിനകത്താണ്. കാരണം അത് പബ്ലിക് ഒരിക്കലും കാണാൻ പാടില്ല. ഈ നമ്മൾ ഈ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്നു, നമുക്ക് കാണാൻ പറ്റുന്നത് പബ്ലിക്കിൽ അവൈലബിൾ ആയ ഡാറ്റയാണ്. നേരെ മറിച്ച് നമ്മുടെ ഫേസ്ബുക്ക് പാസ്വേഡുകൾ, നമ്മുടെ മെഡിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ഈ കമ്പനീസ് കീപ്പ് ചെയ്യുന്ന ഡീപ്പ് വെബിനകത്താണ്. കാരണം അത് പബ്ലിക്കിലെ ആരും കാണാൻ പാടില്ല, അത്രയും സേഫ് ആയിരിക്കണം. അതുകൊണ്ട് അത് ഡീപ്പ് വെബിൽ അവരത് ഹോസ്റ്റ് ചെയ്യുന്നത് അവരെ സേവ് ചെയ്ത് വയ്ക്കും. അതിൻ്റെ താഴെയാണ് ഡാർക്ക് വെബ് വരുന്നത്. ഡാർക്ക് വെബ് സത്യം പറഞ്ഞാൽ ഡാർക്ക് വെബിൽ കയറുന്നത് ഇല്ലീഗൽ അല്ല, പക്ഷെ ഡാർക്ക് വെബ് യൂസ് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റി ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഈ ആത്മാക്കളെ വിൽക്കാനുണ്ട്, അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ്, ചൈൽഡ് ട്രാഫിക്കിംഗ് എല്ലാം ഡാർക്ക് വെബിനകത്തുണ്ട്. ഈ റെഡ് റൂം ഉണ്ടായിരുന്നു, സിൽക്ക് റോഡ് പൂട്ടിച്ചു. റെഡ് റൂം ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് നമ്മുടെ റെഡ് റൂം ആക്സസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ FBI മോണിറ്ററിംഗ് ഉണ്ടാവും. കാരണം അത്രയും ഡാർക്ക് വെബിനകത്ത് അത്രയും എന്താ പറയുക, ഇന്റർപോളും FBI തുടങ്ങിയ വലിയ വലിയ ഏജൻസികൾ മോണിറ്റർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഇല്ലീഗൽ നടക്കുന്നുണ്ടോ. അതൊക്കെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡാർക്ക് വെബ് പൂട്ടിച്ചൂടാന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തുടങ്ങിയത് അവർ തന്നെയാണ്. അവരാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷെ അവരുടെ കയ്യിൽ നിന്ന് അത് വിട്ടുപോയി. അത് പബ്ലിക്കിന് കൊടുത്തപ്പോൾ അത്രയും ഇല്ലീഗലി. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ട്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അത്രയും 3 പ്രോക്സി സെർവറുകളുണ്ട്. നമ്മൾ ഡീപ്പ് വെബിൽ കയറുന്നത് 6 ആവും, റിലേ IP 3 കൂടെ എക്സ്ട്രാ വരും. അത്രയും സേഫ് ആയിട്ടുള്ള സംഭവമായിരുന്നു അത്. കാരണം ആരാണ് ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആർക്കും അറിയത്തില്ല. ചിലപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തുള്ള പയ്യനായിട്ട് ഞാൻ മെസ്സേജ് അയക്കുന്നുണ്ടാവുക, പക്ഷെ എനിക്ക് അവരാരാണെന്ന് അവന് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. അത്രയും പ്രൈവസി അവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പൂട്ടിക്കാത്തത്. അതുപോലെ ഒരു സീരീസ് ഉണ്ട് മിസ്റ്റർ റോബോട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് എപ്പിസോഡ് തന്നെ അവൻ പറയുന്നുണ്ട്, ഒരിക്കലും ഡാർക്ക് വെബിനകത്ത് നിങ്ങൾ വിചാരിക്കും പിടിക്കപ്പെടില്ല എന്ന് വിചാരിക്കും, പക്ഷെ അതൊരു ഇല്യൂഷനാണ്. നിങ്ങൾ പിടിക്കപ്പെടും. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങളവിടെ ഒരു ലൂപ്പ് ഹോൾട്ട് വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡാർക്ക് വെബിൽ കയറുന്നത് 3 റിലേ IP വഴിയാണ്. ഈ 3 റിലേ IP എവിടെയാണോ ചെയ്തിരിക്കുക, അല്ലെങ്കിൽ 6 IPകൾ ആരുടെ കയ്യിലാണോ ഉള്ളത്, അപ്പൊ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കാണാം. ചിലപ്പോൾ ഈ 6 ഏതെങ്കിലും ഒന്ന് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പോലീസുകാരാണെങ്കിലോ, ഒരു FBI അല്ലെങ്കിൽ ഇന്റർപോൾ ആണെങ്കിലോ അത് കാണാൻ പറ്റും. കാരണം നിങ്ങളത്രയും അത് ഡാർക്ക് വെബിന്റെ പ്രത്യേകത സിമ്പിളാണ്, പ്രൈവസി ഉണ്ട്. പക്ഷെ നിങ്ങളെപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇല്ലീഗൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ വെബും വരുന്ന എന്താ വ്യത്യാസം? നമുക്ക് google.com ഓർത്ത് വയ്ക്കാം, ഫേസ്ബുക്ക് ഓർത്ത് വയ്ക്കാം, ഇൻസ്റ്റാഗ്രാം ഓർത്ത് വയ്ക്കാം. കാരണം ആ ഡൊമൈൻ നെയിം സിമ്പിളാണ്. ഡാർക്ക് വെബിന്റെ ഡൊമൈൻ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഓനിയൻ ആയിരിക്കും. അത് തന്നെ 10 രൂപ സ്ട്രിങ് ഉണ്ടാവും. XYZ ABCD 1 2 3 4 5 വലിയ സ്ട്രിങ് ആയിരിക്കും. ഒരിക്കലും പേരായിട്ടുണ്ടാവില്ല. അത് ഓർത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. മാത്രമല്ല അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവും, മാറിക്കൊണ്ടിരിക്കും. അതായത് ഒരേ വെബ്സൈറ്റിന്റെ പേര് തന്നെ മാറിക്കൊണ്ടിരിക്കും. ആ ഡൊമൈൻ അത്രയും എന്താ അൺസ്റ്റേബിൾ ആണ്, നമുക്കൊരിക്കലും ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ AI വന്നുകൊണ്ട് പല ജോലിയും നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഈ എത്തിക്കൽ ഹാക്കിംഗ്, സൈബർ സെക്യൂരിറ്റി, ഈ ഒരു മേഖല ഒരിക്കലും ബാധിക്കില്ല. കാരണം AI വരുന്ന ഫീൽഡ് ഏതൊക്കെയാണ് മനുഷ്യനെ കൊണ്ട് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് ഇപ്പോൾ മുമ്പ് ഒരു റഷ്യയിൽ അല്ലെങ്കിൽ ഏതോ സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ഒരു മെക്ഡൊണാൾഡിന്റെ ഒരു ഷോപ്പ് കംപ്ലീറ്റ്ലി AI കൊണ്ടുപോയി. നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതും നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങൾ സാധനം ഡെലിവറി ചെയ്യുന്ന AI ആണ്. ആ ഒരു ഈ AI എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സോഫ്റ്റ്വെയറുകളെ ഹാക്ക് ചെയ്തിട്ട് ആൾക്ക് പേയ്മെന്റ് കൊടുക്കാതെ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു ബഗ്ഗല്ലേ? ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിലോ. അതേപോലെ നാളെ റോബോട്ട് റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഓട്ടോ പൈലറ്റ് കാർ വരികയാണ്. നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബ്രേക്ക് ആരോ ഓഫ് ചെയ്ത് കളഞ്ഞു. അതൊരു സിനിമയുണ്ട്, അതെ. അല്ലെങ്കിൽ ആക്സിഡന്റ് ഭയങ്കര ട്രിഗർ ചെയ്ത് ബ്രേക്ക് ഓഫ് ചെയ്തെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും സെക്യൂരിറ്റി ഇഷ്യൂസ് അവിടെയും ഉണ്ട്. എത്രത്തോളം AI ഡെവലപ്പ് വന്നു, അത്രത്തോളം ടെക്നോളജി ഡെവലപ്പ് വന്നു, അത്രത്തോളം സൈബർ സെക്യൂരിറ്റി ഫീൽഡിലെ സ്കോപ്പും കൂടിക്കൊണ്ടിരിക്കും. കാരണം ഒരിക്കലും എന്താ പറയാ, ഒരു റോബോട്ടിന് ഈ ഒരു ഇഷ്യൂ കണ്ടുപിടിക്കാനോ ഇത് ഫിക്സ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു മനുഷ്യന്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽ ഒരിക്കലും ഒരു മെഷീൻ ഉണ്ടാവില്ല. നമ്മൾ ടെക്നിക്കലി നോക്കുമ്പോൾ ഒരു ബഗ് കണ്ടുപിടിക്കുക, അത് ഫിക്സ് ചെയ്യുക ഒരിക്കലും റോബോട്ട് ചെയ്യില്ല. ഇത് മോണിറ്റർ ചെയ്യേണ്ട ഒരു ഹ്യൂമൺ ആണ്.
ഇപ്പോൾ ഏതാണ്ട് ഒരു EV നമ്മൾ വാങ്ങി, ഇത് എവിടെ ഇരിക്കുന്നു നമുക്ക് ഫോൺ നോക്കി മനസ്സിലാക്കാൻ പറ്റും. കാരണം അത്രയും നമ്മുടെ ഡിവൈസുകൾ മൊത്തം ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കായി കൊണ്ടുപോകാം. അപ്പം അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ആ ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ഒരു ബഗ് ഉണ്ടെങ്കിൽ അവർക്ക് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതൊക്കെ എന്തെങ്കിലും ചെയ്തോടെ. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീം ഉള്ളത്, സോഫ്റ്റ് ടീം എന്ന് പറയും. കാരണം അവർ ഫുൾ ടൈം ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി 24 മണിക്കൂറും 365 ദിവസവും കംപ്ലീറ്റ് ഒരു മോണിറ്ററിംഗ് ആണ്. ഷിഫ്റ്റാണ് അവർക്ക് ഉണ്ടാവുക. എന്താ പറയുക, അവർക്ക് ഈ വീക്കെൻഡ് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. വീക്കെൻഡ് വേറെ ടീം വന്ന് ചെക്ക് ചെയ്യും, ഡെയിലി വേറെ ടീം വന്ന് ചെക്ക് ചെയ്യും, ഡേ ആയാലും നൈറ്റ് ആയാലും ഫുൾ ടൈം ആൾക്കാർ മോണിറ്ററിംഗ് ആണ്. സെക്യൂരിറ്റി എന്ത് ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഫിക്സ് ചെയ്യാൻ അവിടെ സെറ്റാണ്. അപ്പം അത്രയും സെക്യൂരിറ്റിയും അവിടെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീമിൻ്റെ അകത്ത് ഒരു ടീമിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് ഈസിയായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവർ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇഷ്യൂ വരുന്നത്. നമ്മുടെ ഈ ഗ്യാസ് സിലിണ്ടേഴ്സ് ഒക്കെ കംപ്ലീറ്റ്ലി പോവുകയാണ്, ഗീല് വരികയാണ് ഫുള്ളി. എന്താ പറയുക, കംപ്ലീറ്റ് അതും ഓട്ടോമാറ്റിക് അല്ല, ഒരു നമുക്ക് സോഫ്റ്റ്വെയർ നോക്കി ചെയ്യാൻ പോകുന്നത്. നാളെ ഇതിനകത്ത് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടെന്ന് വിചാരിക്കാം, ഈ സോഫ്റ്റ്വെയർ വർക്കായില്ലെങ്കിലും ഇഷ്യൂസ് വരും. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫിക്സ് ചെയ്യാൻ ഇതൊക്കെ മോണിറ്ററിംഗ് ടീം അവിടെ എന്താ നിർബന്ധമായിട്ടും വേണം. അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന സംഭവം മുന്നോട്ടും ഫ്യൂച്ചറിലേക്ക് ആവശ്യമുള്ള എത്രത്തോളം ഡെവലപ്പ് ആകുന്ന, എത്രത്തോളം ഒരു ഇന്റർനെറ്റ് ടെക്നോളജി ഡെവലപ്പ് ആകുന്നോ അത്രത്തോളം സ്കോപ്പും കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മളെ ഡേ ബൈ ഡേ ഓരോ അറ്റാക്ക് നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് ഓരോ ഫേസ്ബുക്കിനെ ഹാക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ കുറെ ഡിവൈസിനെ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ അവിടെ കിട്ടി ഒരു ഹാക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ അത് ആ കമ്പനിക്ക് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട്, ബിസിനസ് ഇമ്പാക്ട് ഭയങ്കര വലുതായിരിക്കും. നമ്മളെ അതെ, ഇതിപ്പോ ഫേസ്ബുക്കിനകത്ത് തന്നെ ഈ അടുത്തുണ്ടായിരുന്നു, അവർ കുറെ പേരുടെ ഡാറ്റ ലീക്കായി. അതുപോലെ ഏതൊരു ഹെൽത്ത് കമ്പനിയുടെ ഡാറ്റ ലീക്കായി. അതൊരിക്കലും ലീക്കാൻ പാടില്ല. അതെ, ലീക്കാൻ പാടില്ല. ലീക്കായിട്ടുണ്ടെങ്കിൽ അത് അത്രയും പ്രശ്നമാണ്. 250 മില്യൺ അടിച്ചോണ്ട് പോയി. അതായത് അവര് മോണിറ്റർ ചെയ്യാതെ അവർ സില്ല് വിട്ടിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വലിയ ഇമ്പാക്ട് അവർക്ക് ഉണ്ടാക്കും. അതുകൊണ്ട് എന്തായാലും സൈബർ സെക്യൂരിറ്റി ഫീൽഡ് സ്കോപ്പ് കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പം എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എടുക്കും, പഠിക്കാം. ആ സമയത്ത് ഇതിനൊരു സർട്ടിഫിക്കേഷൻ അത്യാവശ്യമായിട്ട് വരുന്ന ഒരു സംഭവമാണോ, അല്ലെങ്കിൽ സ്കില്ല് മാത്രം മതി? കൂടുതൽ കമ്പനീസിന് സ്കില്ല് മാത്രം മതി. ഇപ്പൊ അത് തെളിയിക്കാൻ ഒരുപാട് പ്ലാറ്റ്ഫോംസ് അവരാണ്. ഇപ്പൊ ബഗ് ബൗണ്ടി ഉണ്ട്. നിങ്ങൾ ഒരുപാട് ബഗ് കണ്ടുപിടിച്ച് ഒരു ഈ വെബ്സൈറ്റിലൊക്കെ ഹാൾ ഓഫ് ഫെയിം കിട്ടിയാണെങ്കിൽ അവർക്ക് ഓൾറെഡി അറിയാം. ഓക്കെ, പ്രൊഫൈൽ നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇയാൾക്ക് ഈ സ്കില്ല് അറിയാം, ഇയാൾക്ക് ഇത്രയും റാങ്കിങ് ഉണ്ട്, ഇയാൾ ഇത്രയും ബഗ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ സ്കില്ലാണ് ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. കാരണം ബഗ് ബൗണ്ടി സിമ്പിൾ ആണ്. ഒരു കമ്പനി ഇത്രയും മില്യൺസ് അവരുടെ സെക്യൂരിറ്റിക്ക് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അവർ പബ്ലിക്കിനെ ചാലഞ്ച് ചെയ്യാണ്. ഞങ്ങൾ ഇത്രയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഇത് കണ്ടുപിടിച്ച് ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് തരാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക പോയിന്റ്സ് തരാം. അതൊക്കെ കാരണം അത് കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫ് പ്രോസസ് ആയിരിക്കും. കാരണം നമ്മളിത് ഫുൾ എന്യൂമറേറ്റ് ചെയ്യണം, ഫുൾ ചെക്ക് ചെയ്യണം, ഇത് എവിടെയാണ് ഇഷ്യൂ ഇരിക്കുന്നത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. കണ്ടുപിടിച്ച് അത്രയും ദിവസം എടുത്ത് ഒരാളത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവിടെ എന്താ പറയുക സെക്യൂരിറ്റി സെൽ ഇഷ്യൂ ആണല്ലോ. അവരത് കണ്ടില്ല, മറ്റവരത് കണ്ടുപിടിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് ഓക്കെ, അതിന്റെ കഴിവ് അംഗീകരിക്കണമല്ലോ. ഈ ബഗ് ബൗണ്ടറി ചെയ്താൽ നമുക്ക് റിവാർഡ് കിട്ടും, വലിയ എമൗണ്ട് കിട്ടും. ഇപ്പൊ ആപ്പിൾ തന്നെ അവിടെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവാർഡ് ചെയ്യും. അത് $3 മില്യൺ ആണ് തരുന്നത്. അതുപോലെ സാംസങ്ങിന്റെ AI, അതുപോലെ ഈ ഗൂഗിളിന്റെ AI, ഗൂഗിളിന്റെ ഒരു എല്ലാ സർവീസുകളും ഗൂഗിളിന്റെ ഹാൾ ഓഫ് ഫെയിം ഒരു പോളിസി തന്നെയുണ്ട്. നിങ്ങൾ ഗൂഗിളിന്റെ ഏതൊരു സർവീസ് കഴിഞ്ഞാലും നിങ്ങൾക്കത് എന്താ പറയുക, മറ്റൊരാളുടെ ഡാറ്റ അല്ലെങ്കിൽ ഗൂഗിളിന്റെ വേറൊരു കസ്റ്റമറുടെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവരുടെ എന്തെങ്കിലും ഇഷ്യൂ ത്രൂ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെന്തായാലും ഒരുപാട് വരും. കാരണം അവരത്രയും സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എഫേർട്ടാണത്, നിങ്ങളുടെ കഴിവാണത്, അത് അംഗീകരിക്കും. ഒരുപാട് അംഗീകരിച്ചിട്ടുണ്ട്. ഈ അടുത്ത് കുറേ നമ്മുടെ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് കാണാം. ഒരുപാട് പേരെ ഗൂഗിൾ ഹാൾ ഓഫ് ഫെയിം വന്നു, ഗൂഗിളിന്റെ ലിസ്റ്റിൽ വന്നു, അല്ലെങ്കിൽ റിവാർഡ് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിങ്ങനെയാണ് അവർ ചിലപ്പോൾ ഒരു മാസം എടുത്ത് റിസൾട്ടിങ് ആയിരിക്കും, പക്ഷെ അവർക്ക് ഫൈനലി ഒരു വലിയൊരു ബൗണ്ടി അവിടെ കിട്ടുന്നുണ്ട്. അവിടെ സ്കില്ലാണ് നോക്കുന്നത്. കാരണം ഗൂഗിളിന്റെ ഹാൾ ഓഫ് ഫെയിമിലെ ഗൂഗിളിന്റെ ബൗണ്ടി കിട്ടിയ ഒരാളുടെ സ്കില്ല് അത്രയും ആൾ എഫേർട്ട് ഇട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചായിരിക്കണമല്ലോ. അയാളെ ഹയർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? കാരണം ഇയാൾ ഓൾറെഡി പ്രൂവ് ചെയ്തു. ഓക്കെ, ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൂവ് ചെയ്തു. പിന്നെ കമ്പനിക്ക് എന്താണ് വേണ്ടത്? സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. CH എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഉണ്ട്, EC കണ്ട സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഒരു ബിഗിനറിന് ഈ ഒരു ഫീൽഡിനെ പറ്റി വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഓക്കെ, ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ് CH സർട്ടിഫിക്കേഷൻ നടന്നത്. കാരണം എന്തൊക്കെയുണ്ട്, എന്തൊക്കെ നമ്മൾ പഠിക്കണം, എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. വലിയ വലിയ സർട്ടിഫിക്കേഷൻ എടുത്തോണ്ട് വലിയ കാര്യം കിട്ടാനുണ്ടോ? സർട്ടിഫിക്കേഷൻ പ്രത്യേകിച്ചൊരു കാര്യമില്ല. സർട്ടിഫിക്കേഷൻ മാത്രം പോരാ, നിങ്ങൾ സ്കില്ലും കൂടെ ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ.
നിങ്ങൾക്ക് സ്കില്ല് മാത്രമായാലും കുഴപ്പമില്ല. നിങ്ങൾ സർട്ടിഫിക്കേഷൻ വേണമെന്നൊരു നിർബന്ധം ഒരു കമ്പനിയും പറയുന്നില്ല. നിങ്ങൾ പ്രൂവൺഡ് ആണോ, നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ, അത് മാത്രം പറഞ്ഞാൽ മതി. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഹാക്കേഴ്സിന്റെ ഒക്കെ എടുത്ത് രക്ഷപ്പെട്ടു പോകും? അതായത് നമുക്ക് ഫോണിലാകെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം എടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്പ് പറയാൻ പറ്റും? സിമ്പിളി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരാൾ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ ലിങ്ക് അതിനെ ശ്രദ്ധിക്കുക. Instagram.com ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ ഐ ക്യാപിറ്റൽ ആയിരിക്കും. ഇൻസ്റ്റാഗ്രാമിന്റെ ഡൊമൈൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെയാണ് ഇത് ഇരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം അതാണ്. ഒരാൾ നിങ്ങളെ വിളിച്ചിട്ട് പൈസ ചോദിക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു കേസ് റിയൽ ആണോ, ശരിക്കും അങ്ങനെ സംഭവം ഉണ്ടോ ഇല്ല നമ്മളത് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഡിജിറ്റൽ ആസ്തിന് വരികയാണ്, നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് ഇത്ര എമൗണ്ട് ഇല്ലീഗലായിട്ട് എന്താ പറയുക ടെററിസ്റ്റിന് വേണ്ടി, തീവ്രവാദത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങൾ പോടാ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം അവിടെ തീർന്നു. ഒരിക്കലും ഒരാൾ നിങ്ങളെ ഫോൺ വിളിച്ചുകൊണ്ട് ഞങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറയില്ല. ഇന്ത്യത്തെ വലിയ വലിയ ഏജൻസികളൊക്കെ നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ വീട്ടിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് കൊണ്ടുപോകും. കാരണം ഞാൻ ഫോൺ വിളിച്ച് ഞാൻ വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ റെഡിയായിട്ട് നിൽക്കുക വീഡിയോ കോൾ ഒന്നും പറയില്ല. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ പിടിച്ചിരിക്കും. അത്രയും സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ട് കുറേ ആപ്ലിക്കേഷൻ നമുക്ക് റെക്കമെൻഡേഷൻ വരും. ഈ 9 ആപ്സ് മുമ്പ് അങ്ങനെയായിരുന്നു. അതുപോലെ തന്നെ ഈ ചൈനീസ് ഫോണുകളാണ്, റെഡ്മിയുടെ അകത്തൊക്കെ കുറേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുണ്ട്. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പെർമിഷൻസ് നോക്കുക. നിങ്ങളുടെ ഫോണിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ഫ്ലാഷ് ലൈറ്റ് ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിന് സ്റ്റോറേജ് ആവശ്യമില്ല. ഫ്ലാഷ് ലൈറ്റ് മാത്രം കിട്ടിയാൽ മതി, ഞാൻ സ്റ്റോറേജ് അത് ശ്രദ്ധിച്ചാൽ മതി. കാരണം നിങ്ങൾ ആപ്ലിക്കേഷൻ്റെ പെർമിഷൻസ് നോക്കിയും കണ്ടു അലോ ചെയ്യുക. നാളെ എന്തെങ്കിലും കൈവിട്ട് പോയിട്ട് കളഞ്ഞിട്ട് കാര്യമില്ല. പിന്നെയുള്ള കാര്യമാണ് വെബ്സൈറ്റുകൾ കയറുമ്പോൾ എന്തായാലും പോപ്പപ്പ് ആഡുകൾ വരും. ഹ്യൂമൻ വെരിഫിക്കേഷൻ എല്ലാം ചില സമയത്ത് അത് അങ്ങനെയുള്ള സൈറ്റുകൾ കയറാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഒരു മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവരും ഒരു കൈൻഡ് ഓഫ് സൈബർ ക്രൈം ചെയ്ത ആൾക്കാരാണ്. ഒരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാം, ഈ വിൻഡോസ് എത്ര പേര് വിൻഡോസ് യൂസ് ചെയ്യുന്നുണ്ട്? ശരി, അത് ക്രൈമാണ്. അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനം നമ്മൾ ക്രാക്കറായിട്ട് യൂസ് ചെയ്തു, ക്രൈമാണ്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു തരത്തിലേക്ക് വേറെ തരത്തിൽ ക്രൈം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ക്രാക്കഡ് വിൻഡോസ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്തോട്ട് സേഫ്റ്റി ഉണ്ടാവില്ല. എന്തൊക്കെ ഡിഫൻഡർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാളെ ഒരു സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഡിഫൻഡർ നോക്കിയിരിക്കത്തേ ഉള്ളൂ. കാരണം അവരുടെ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഒരാൾ സംഭവം ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് പാല് അവിടെ കിടപ്പുണ്ട്, അത് ആ ഓർത്ത് വെച്ചാൽ മതി. നമ്മുടെ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാം അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങൾ സർവീസ്, നമ്മളവിടെ സർവീസ് യൂസ് ചെയ്യുന്നു, അവിടെ നമ്മുടെ ഡാറ്റ എടുത്തുകൊണ്ട് അവിടെ ബിസിനസ് പർപ്പസ് കൊണ്ട് യൂസ് ചെയ്യുന്നു. സിമ്പിൾ. അതുകൊണ്ട് നമ്മൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആലോചിക്കുക, ഒരു വെബ്സൈറ്റിൽ കയറുമ്പോൾ ഡൊമൈൻ നോക്കുക. പ്രത്യേകിച്ചും ബാങ്കിങ് ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഇപ്പോൾ OTP ചോദിച്ച് വിളിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ബാങ്കിൻ്റെ സൈറ്റിൽ കയറുമ്പോൾ നിങ്ങൾ ആ ഡൊമൈൻ ക്രോസ് ചെക്ക് ചെയ്യുക. HTTP ആണ് HTTPS ആണോ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ക്രോമിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ അവർ കാണിക്കും ഈ സൈറ്റ് സെക്യൂർ അല്ലാന്ന് കാണിക്കും. സെക്യൂർ സൈറ്റ് കയറേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മുടെ സൈറ്റിൽ കയറുമ്പോൾ മേലെ HTTPS ഒരു ലോക്ക് ബട്ടൺ കാണാം. അതില്ലെങ്കിൽ ഒരിക്കലും കയറാൻ നിൽക്കരുത്, കാരണം അവിടെ നിങ്ങളുടെ ഡാറ്റ സേഫ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് ഹാക്ക് ചെയ്യാന്ന് പറയുന്നത് എളുപ്പം പറ്റുന്ന കാര്യമാണ്. അത് വെബ്സൈറ്റിന് സെക്യൂരിറ്റി പോലെ ഇരിക്കും. ഇപ്പോൾ ഒരുപാട് പാകിസ്ഥാൻ വെബ്സൈറ്റുകൾ സിമ്പിളായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്ത്യയിലെ നമ്മളിപ്പോൾ അതിന് വേണ്ട സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ റാൻഡമായിട്ട് നമ്മൾ ചെയ്തിരുന്ന ഒരുപാട് സൈറ്റുകളുണ്ട്. ഒരാൾ സ്റ്റാറ്റിക്കൽ വളരെ സംഭവങ്ങൾ ചെയ്തു വെക്കും, ഒരു സെക്യൂരിറ്റി ഉണ്ട്. അവർ ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് വെച്ച് ഒരാളുടെ വഴിക്ക് പോകും. ഒരു കോളേജ് വെബ്സൈറ്റാണ് വിചാരിക്കുക, എന്താ അവർ ചെയ്യുന്നത്? കോളേജിൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, സെക്യൂരിറ്റി എടുക്കുന്നുണ്ടോ? അതെല്ലാം പഠിച്ചിട്ട് കോളേജ് കൊടുക്കില്ലല്ലോ, സ്വാഭാവികമായിട്ടും അതിന് സേഫ്റ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് ഹാക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. ഒരുപാട് പ്രശ്നങ്ങൾ. ഈ അതിൻ്റെ മെയിൻ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ കോളേജിൻ്റെ വെബ്സൈറ്റ് ഇരിക്കുന്നത് ഒരു കേരള PSCയുടെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും വലിയ ഹൈ ലെവൽ ഡൊമൈനും നിങ്ങളുടെ കോളേജിൻ്റെ സൈറ്റും സെയിം സെർവറിൻ്റെ അകത്താണെങ്കിൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ കോളേജിൻ്റെ സൈറ്റ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇതിനകത്തോട്ടും പോകാൻ പറ്റും എളുപ്പത്തില്. അതെ, അത് ചെയിനിങ് എന്ന് പറയും. നമ്മുടെ കൊറോണ പോലെ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തേക്ക് വരുന്ന പറയുന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലെ തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റ് സൈറ്റൊക്കെ അവർ സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി ഒരുപാട് ബഡ്ജറ്റ് ഒക്കെ ഇറക്കി അവർ ഫണ്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈസി ആയിരിക്കത്തില്ല. നേരെ മറിച്ച് ഇങ്ങനെ പ്രശ്നം അവിടെ കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്ക് ഒരിക്കലും ഏതെങ്കിലും ലോക്കൽ സെർവറിൻ്റെ അതുകൊണ്ട് ഹോസ്റ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. അവർക്ക് സെർവർ ഫാമുകളുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇല്ലാത്ത സംഭവം ഇപ്പം നമ്മുടെ ഗവൺമെന്റ് വെബ്സൈറ്റ് ഈ കേരള PSCയുടെയോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റോ സെയിം സെർവറിന്റെ അകത്താണെങ്കിൽ അത് പ്രശ്നം കിടപ്പുണ്ടല്ലോ. ഈ വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേതിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നിപ്പോ കുറെ നേരം നമ്മളിവിടെ എത്തിക്കൽ ഹാക്കിങ്ങിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇന്ന് നമ്മൾ ഈ ഒരു സൈബർ സെക്യൂരിറ്റിന്റെ പോഡ്കാസ്റ്റോടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ബൈ.